ഹലോ, വീട്ടിലേക്ക് ശിവാനിയും അശ്വതിയും അനുവണ്ണനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ശ്രീയുവിനെയും വീഷ്ണയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ശ്രീയും വീഷ്ണയൊക്കെ ശ്രീയുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്, സൗദിയിലേക്ക്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ വല്ലപ്പോഴും അല്ലേ കാണുന്നത്. കാണുമ്പോൾ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3 പേർക്കും വിശപ്പായി. ശ്രീയു വലുതായിട്ടൊന്നും കഴിച്ചില്ല. അങ്ങനെ ശിവാനിയും കണ്ണുമൊക്കെ കഴിക്കുവാണ്. ശിവാനിയാണ് കണ്ണുവിന് വാരി കൊടുക്കുന്നത്. കണ്ണു അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് ഞാനത് കാണുന്നത്. ഇങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് അവരിറങ്ങി. പിന്നെ പിറ്റേ ദിവസം ലലിത ചേച്ചിയും കൃഷ്ണയും കുഞ്ഞും അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കാണാൻ വന്നപ്പോൾ അവർക്കുള്ള കേക്കും ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശ്രീയുനും കണ്ണൂനും ഒക്കെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരും ഇറങ്ങി. അവരിറങ്ങിയ പുറകെ ഞങ്ങളും കടയിലേക്ക് പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട്. പോയിട്ട് വന്നപ്പോഴത്തേ ഉള്ള കോലമാണ് ഇത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിള്ളേരെ കാണാതാണ് പോയത്. അപ്പോഴത്തേന് അമ്മ പിന്നെ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ സജീവനും ടിൻഡു ചേച്ചിയൊക്കെ അവരെ കാണാനായിട്ട് വന്നു. പിന്നെ അവരുമായിട്ടും കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവരും അങ്ങ് പോയി. അങ്ങനെ അടുത്തുള്ള വീട്ടിലെ എല്ലാവർക്കും ശ്രീയുവിനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനെ എല്ലാവരും കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്തേട്ടൻ വന്ന് പെട്ടിക്കകത്ത് അച്ചാർ സെറ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു. മുക്കാലും പെട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം സെറ്റാക്കി എടുത്ത് റൂമിൻ്റെ വെളിയിലോട്ട് ആക്കി വെച്ചു. പെട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. പിന്നെ 7 മണിയാകുമ്പോഴാണ് ഇറങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ 7 മണി ആയിട്ടുണ്ട്. പക്ക 7 മണി ആയപ്പോഴത്തേന് വണ്ടിയും കൊണ്ട് മാമനും വന്നു. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. എല്ലാവരും റെഡിയായി, കുഞ്ഞുങ്ങളെ എല്ലാം റെഡിയാക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി എന്നാ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രഞ്ജിത്തേട്ടൻ ശ്രീയുവിൻ്റെ ഷൂലൈസ് കെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിരുന്ന് തലയിലിരുന്ന് കൊട്ടുവാണ്. പിന്നെ വീഷ്ണ പെട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ എടുക്കണമല്ലോ. അങ്ങനെ അവളും അത് എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പൂട്ടി വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വീഷ്ണ വീടിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ എയർപോർട്ടിലോട്ടാണ് പോയത്. അങ്ങനെ എയർപോർട്ടിൽ ചെന്ന് പിന്നെ വീഷ്ണയുടെ കൂടെ പോകാൻ സുരാജിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അവരും വന്നു. അങ്ങനെ അവർ എയർപോർട്ടിനകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളത് കാണാൻ വേണ്ടി ഞങ്ങളും കൂടെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇപ്പം സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ ടൈം. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് കയറാൻ പോവാണ്.
അപ്പോൾ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറാൻ ഒരുങ്ങുവാണ്. അപ്പം എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.